350ഓളം ആളുകൾ ചികിത്സയിൽ കഴിയുന്ന കാക്കനാട് DLF ഫ്ളാറ്റിലെ താമസക്കാരനായിട്ടുള്ള മെൽവിനാണ് നമ്മോടൊപ്പം ഉള്ളത്. ഇദ്ദേഹത്തിന്റെ 2 വയസ്സുള്ള മകന് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ട് ചികിത്സയിലാണ്. എന്താണ് സംഭവിച്ചത്? ഇത് മോന്റേത് ഇപ്പം സ്റ്റാർട്ട് ചെയ്തത് കഴിഞ്ഞ സാറ്റർഡേ ആണ്. അപ്പം സാറ്റർഡേ ഇതുപോലെ 2 പ്രാവശ്യം വയറിതുപോലെ ഒഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മെഡിസിൻസ് എല്ലാം തന്നു. ഞങ്ങൾ പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അത് കഴിഞ്ഞ് സൺഡേ വീണ്ടും ഇതുപോലെ 2-3 വട്ടം ലൂസ് ടൂൾസ് വന്നപ്പോൾ ഞങ്ങൾ ഓർത്തന്ന പിന്നെ ഹോസ്പിറ്റലിൽ കാണിക്കാം എന്നോർത്തുകൊണ്ട് ഞങ്ങൾ ഇവിടെ ആസ്റ്റിലാണ് സ്ഥിരം കാണിച്ചുകൊണ്ടിരിക്കുന്ന മോനെ. അപ്പോൾ ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പം കാഷ്വാലിറ്റിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഫർദർ ടെസ്റ്റ് കാര്യങ്ങളെല്ലാം ചെയ്യണം, മോൻ വീക്കാണ്. സോ ലൈക്ക് നമുക്ക് അഡ്മിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ സാറ്റർഡേ ആണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം സൺഡേ ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. അപ്പം അത് കഴിഞ്ഞ് മെഡിസിൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഇന്നലെ ആയപ്പോഴത്തേനും കുറച്ച് വേഴ്സ്റ്റ് ആയി അവന്റെ കണ്ടീഷൻ. ഇന്നലെ ഒരു 24 അവേഴ്സിൽ 12 തവണ മേളിൽ ലൂസ് ടൂൾസ് പോയി. അപ്പം അതിൻ്റെതായിട്ടുള്ള റാഷസ്, പെയിൻ, പിന്നെ ആൾ ഭയങ്കര ടയേർഡാണ്. അപ്പം അങ്ങനെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ഒരു ഇതിലാണ് ഞങ്ങളിപ്പോൾ ഇരിക്കുന്നത്. അസോസിയേഷൻ, അതായത് ഈ റിസൾട്ടിൽ ഈ ഈക്കോളി ബാക്ടീരിയന്റെ സാന്നിധ്യം ഉണ്ടെന്ന് അസോസിയേഷൻ മുന്നേ അറിഞ്ഞിട്ടും നിങ്ങളോട് പറയാതിരുന്നതാണ്. അതാണിപ്പം ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. കാരണം 29 തീയതി മെയ് ആണ് റിപ്പോർട്ടിന്റെ ഡേറ്റ് വന്നിരിക്കുന്നത്. ഞങ്ങൾ അറിയുന്നത് 14, 15 ജൂൺ മാസത്തിലാണ് ഞങ്ങൾ ഈ റിപ്പോർട്ട് കാണുന്നത്. അപ്പൊ അന്ന് തന്നെ ക്വസ്റ്റ്യൻ റേസ് ചെയ്തിരുന്നു, എന്തുകൊണ്ടാണ് ഈ റിപ്പോർട്ട് ഇത്രയും വൈകിച്ച് ഞങ്ങളെ അറിയിച്ചത്. പക്ഷെ അതിന് ആരും ഒരു പ്രോപ്പറായിട്ട് റെസ്പോൺസ് തന്നിട്ടില്ല. അവര് വേറെന്തൊക്കെയാണ് പറയണത്, പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചതിൻ്റെതാവാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സോഴ്സ് ത്രൂ വന്നതാവാം. അതെല്ലാം നമ്മൾ പരിശോധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്, ഏത് സോഴ്സിൽ നിന്നാണ് വന്നതെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് ഇവർ തടഞ്ഞു വെച്ചു അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നില്ല എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം 3000-ന് മേളിൽ ആൾക്കാർ താമസിക്കുന്ന ഒരു അപ്പാർട്ട്മെന്റിൽ ഇത്രയും ഡെഡ്ലിയസ്റ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയ കണ്ടുപിടിച്ചിട്ട് അവർ ആ റിപ്പോർട്ട് മറച്ചു വെച്ചത് തീരെ നമുക്കൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫാക്ടർ അല്ല. അതെങ്ങനെയാന്ന് പറഞ്ഞാലും ബാക്കിയുള്ള സോഴ്സ് അന്വേഷിക്കുന്നതിന്റെ കൂടെ അതിനെക്കുറിച്ചും അന്വേഷണം വരണം. എന്തുകൊണ്ട് അതൊരു മറച്ചു വെച്ചു, ആരത് മറച്ചു വെച്ചു, അതിന് കൺസേൺ ആക്ഷൻ എടുക്കണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെയും സ്ട്രോങ് ആയിട്ട്. ഇതിലിപ്പോൾ വലിയ രീതിയിൽ ആളുകളെ അഡ്മിറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അവരുടെ ഭാഗത്തുനിന്ന് വേറെ എന്തെങ്കിലും ഇപ്പോൾ അസോസിയേഷൻ എന്താണ് പറയുന്നത്? അസോസിയേഷൻ ഇന്നലെ ഗ്രൂപ്പിൽ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഒരു ഫോമിൽ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ കൊടുത്തു. പിന്നെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ വിളിക്കാൻ പറഞ്ഞൊരു കോൺടാക്ട് നമ്പർ തന്നിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ വിളിച്ചപ്പോൾ പറഞ്ഞ് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞു. ഇതുവരെയായിട്ട് ആരും വിളിച്ചിട്ടില്ല. സോ ലൈക്ക് ഇപ്പോഴും ഒരു ഫുൾ ഫ്ലെഡ്ജ്ഡ് റെസൊല്യൂഷനിലേക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. വേറെ ആർക്കെങ്കിലും ഇതേ രീതിയിൽ ആശുപത്രി ഉണ്ട്. ഫാദർ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. പുള്ളി ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പം ഫാദറിന്റെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ മെഡിസിനും നിർത്തിവെച്ചിട്ടായിരുന്നു ഞങ്ങൾ ഈ ട്രീറ്റ്മെന്റ് ചെയ്തത്. അപ്പം പുള്ളി ഇന്നലെ ഡിസ്ചാർജ് ആയി. അപ്പം ഇനി DLFലേക്ക് കൊണ്ടുപോകുന്നില്ല, നാട്ടിലേക്ക് തന്നെ പോവാണ്, വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. അപ്പം കാരണം വെള്ളത്തിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും യാതൊരു ധാരണയില്ല, യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ. കാരണം എല്ലാവരും ഒരുപാട് റൂൾസ് പറഞ്ഞിട്ടുണ്ട്, ചൂട് തിളപ്പിച്ച് ഇത് ചെയ്യുക എന്ന് പറഞ്ഞു. പക്ഷേ കുറെ കാര്യം പ്രാക്ടിക്കലാണ്, കുറെ കാര്യമൊന്നും പ്രാക്ടിക്കൽ അല്ല ഇതിൻ്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനിയൊരു റിസ്ക് എടുക്കാൻ പറ്റത്തില്ല. കാരണം ഇത്രയും പ്രായമുണ്ട്, ഒരു ഹാർട്ട് പേഷ്യന്റ് ആണ്. അപ്പം വി ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക്. അസോസിയേഷൻ യാതൊരു വിധത്തിലും നിങ്ങളോട് റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നാണ് ഈ പ്രശ്നം? അവര് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ റിയൽ ആയിട്ടുള്ള കാര്യം മറച്ചു വെച്ചിട്ട് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അതെ, സ്വന്തം കുറ്റം മറച്ചു വെച്ചിട്ട് വേറെ ആളുകളെ പഴിചാരിയിട്ട് അതുകൊണ്ടൊരു കാര്യമില്ല. കാരണം 29 തീയതിയിലെ റിസൾട്ട് എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തെന്നുള്ളതിന് അവർ ഉത്തരവ് ഇതുവരെയായിട്ടും തന്നിട്ടില്ല. റെസ്പെക്റ്റീവ് ആൾക്കാർ ബാക്കി എല്ലാ കാര്യത്തിനും മെസ്സേജ് ചെയ്യുന്നുണ്ട്, ബാക്കിയെല്ലാം പറയുന്നുണ്ട്. ഈ ഒരു കാര്യം മാത്രം ആരും മിണ്ടുന്നില്ല. മനഃപൂർവ്വം അത് മറച്ചു വെച്ചിരിക്കുക തന്നെയാണ്. അപ്പൊ അതിനൊരു അന്വേഷണം വരണം, അതിലെന്താന്നുള്ള സത്യാവസ്ഥ കണ്ടുപിടിക്കണം. കാരണം ഇത്രയും പേരാണ് അഫക്റ്റഡ്. ഇത് നാളെ ഒരാൾക്ക് ഇത് വരാൻ പാടില്ല. ഞങ്ങളിപ്പം ഡെയിലി അനുഭവിച്ചുകൊണ്ടിരിക്കും. മോന്റെ കാര്യത്തിൽ ഉറക്കമില്ല, മെന്റൽ പ്രഷർ, നമ്മൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഇരിക്കുക. വൈഫാണ് ഫുൾ ടൈം കരച്ചിലാണ്. ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേനും ആർക്കായാലും ബുദ്ധിമുട്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഇവിടെ നടക്കുന്നു. പിന്നെ ഫാദർ വേറൊരു ഹോസ്പിറ്റലാണ്, ഞാൻ ഇവിടെയാണ്. അപ്പം അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട്. ഇന്നലെ അതുകൊണ്ട് ഫാദറിന്റെ ഡിസ്ചാർജ് ഒരുപാട് ലേറ്റായി. ഞാനിവിടെ ആയിരുന്നു, എനിക്ക് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഇഷ്യൂസ് ഇതിന്റെ ഇടയ്ക്ക് നടക്കുന്നുണ്ട്. ഇതുപോലെ വേറെയും കുട്ടികൾക്ക് ഉണ്ട്, വേറെ കുട്ടികളുണ്ട്, അഡൽട്സ് ഉണ്ട്, സീനിയർ സിറ്റിസൺസ് ഉണ്ട്. ഞങ്ങളുടെ അവിടെ സീനിയർ സിറ്റിസൺസ് ഒരുപാട് ഒത്തിരി റിട്ടയർഡ് ആൾക്കാരും എല്ലാം താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയാണത്. അപ്പം അവിടെ ഇനിയും റിപ്പോർട്ടഡ് ആവാത്ത കേസസ് ഉണ്ടോ എന്ന് അറിയില്ല. ബേസിക്കലി ഞങ്ങളും ഹോസ്പിറ്റൽ തിരക്കായതുകൊണ്ട് അധികം ഒന്നും അന്വേഷിക്കാനും അങ്ങനെയൊന്നും പറ്റിയിട്ടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ അവർ വിളിക്കുന്നു, അവരിൽ നിന്നൊക്കെ ഓരോ കാര്യങ്ങൾ അറിയുന്നതാണ്. പിന്നെ ന്യൂസിലുണ്ട്. ആരോഗ്യനില മെച്ചപ്പെട്ട് വരുന്നുണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ, അത് കൊണ്ടുവന്നതിനേക്കാളും ഒരു ഇച്ചിരി വേഴ്സ്റ്റായി. കുറച്ച് കൂടുതൽ എപ്പിസോഡ്സ് അവന് ലൂസ് ടൂൾ വന്നു.
അപ്പം ഡോക്ടർ ഇന്ന് രാവിലെ വന്നിട്ടുണ്ടായിരുന്നു. ഹി ടോൾഡ് എവറിത്തിങ് വിൽ ബി ഫൈൻ. പിന്നെ അത് കംപ്ലീറ്റ് ഫ്ലഷ് ഔട്ട് ചെയ്ത് പോകണം എന്നാണ് ഡോക്ടറും പറയുന്നത്. കാരണം സപ്രസ് ചെയ്യാൻ പറ്റത്തില്ല 2 വയസ്സേ ഉള്ളൂ കുട്ടിക്ക്. അപ്പം അവരവർ എല്ലാം കോർഡിനേറ്റ് ചെയ്ത് ചെയ്യുന്നുണ്ട്. ഓൾ ഗുഡ്. ലൈക്ക് ഇവിടെ എല്ലാ സപ്പോർട്ടും നമുക്ക് കിട്ടുന്നുണ്ട്. DLF അസോസിയേഷനെതിരെ വലിയ രീതിയിലുള്ള ആരോപണമാണ് ഈ 2 വയസ്സുള്ള കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. ഇത്തരത്തിൽ 29-ാം തീയതി ഈ ഈക്കോളി ബാക്ടീരിയ വെള്ളത്തിൽ കലർന്നിട്ടുണ്ടെന്നുള്ള റിസൾട്ട് വന്നിട്ടും യാതൊരുവിധ നടപടിയും അല്ലെങ്കിൽ അത് അവരോട് പറയുകയൊന്നും ചെയ്യാത്തതിനാലാണ് ഇത്രയും ആളുകൾക്ക് രോഗം ബാധിച്ചതെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.